ബെൽജിയത്തിലെ കർഷക പ്രക്ഷോഭം ആളിപ്പടരുകയാണ്. പല ഘട്ടങ്ങളിലും സർക്കാരും കർഷകരുമായി സമവായ ചർച്ചകൾ നടന്നെങ്കിലും അതൊന്നും ഫലം കാണാത്ത അവസ്ഥയാണ് ഉള്ളത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം കർഷകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു. ഇതിനെ കർഷകർ നേരിട്ട രീതിയാണ് ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. സർക്കാർ ഓഫീസുകളിലെല്ലാം കീടനാശിനികൾ തളിച്ചായിരുന്നു കർഷകരുടെ പ്രതിഷേധം. ഈസ്റ്റർ ആഘോഷിക്കാനായിട്ട് ഇടുക്കിയിലെ വീട്ടിലേക്ക് പോയാൽ തയ്യാറെടുപ്പോടുകൂടി നിൽക്കുന്ന സ്നേഹമോൾ നൈനാനാണ് ഇപ്പം നമ്മോട് കൂടെ ഉള്ളത്. സ്നേഹമോളെ, ഗുഡ് മോർണിംഗ്. ഈ കർഷക പ്രക്ഷോഭങ്ങളൊക്കെ ലോകമെമ്പാടും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോ കുറച്ച് കടന്ന കൈയായി പോയി എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും മോദി. പക്ഷേ ഒരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. അതായത് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾക്ക് ലോകത്ത് എവിടെയായാലും അതിനൊരേ ഭാവമാണ്, ഒരേ തീവ്രതയാണ്. ഇപ്പോൾ നമ്മൾ ഈ കർഷക പ്രക്ഷോഭമൊക്കെ നമ്മൾ ഇന്ത്യക്കാർക്ക് അത്ര സുപരിചിതമായ ഒരു കാര്യം തന്നെയാണ്. അത് 2 ഘട്ടമായിട്ട് നമ്മൾ കർഷക പ്രക്ഷോഭമൊക്കെ നടന്നു. ആദ്യത്തെ തവണ കുറേ ചർച്ചകൾ ചെയ്തു. അതിനുശേഷം ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ല. 2ാമത്തെ തവണ ദില്ലി ചലോ എന്ന് പറഞ്ഞ് പിന്നെയും പുതിയ രൂപത്തിലും ഭാവത്തിലുമൊക്കെ കർഷക പ്രക്ഷോഭം ഒക്കെ വന്നു. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പല രീതിയിൽ നമുക്ക് ഇപ്പം ഒരു രാജ്യത്ത് തന്നെ, ഏത് രാജ്യത്ത് തന്നെ ആയാലും കർഷക പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകും. ന്യായമായ ആവശ്യങ്ങൾ കർഷകർ ഉന്നയിക്കും. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് സർക്കാർ സംവിധാനങ്ങളും പോലീസും ഒക്കെ പ്രതിരോധിക്കുന്ന രീതികളൊക്കെ നമ്മൾ കാണുന്നതാണ്. ജലപീരങ്കി പ്രയോഗിക്കും, ലാത്തി ചാർജ് ഉപയോഗിക്കും. അങ്ങനെ ബെൽജിയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ കുറേ നാളുകളായിട്ട്, അപ്പോൾ ജനുവരിയിൽ തുടങ്ങിയ കർഷക പ്രക്ഷോഭമാണ് 2ാം ഘട്ടമായി കഴിഞ്ഞ മാർച്ച് 22-നും പിന്നെയും അത് തുടങ്ങി. അതിന് പരിഹാരം കണ്ടില്ല. അപ്പോൾ ഈ കർഷകർ ഈ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചപ്പം ഇവർ നേരിട്ട രീതി എന്ന് വെച്ചാൽ വളരെ വ്യത്യസ്തമാണ്. അവരൊന്നും നോക്കിയില്ല. അവരുടെ കീടനാശിനികൾ എടുത്തുകൊണ്ട് വന്നിട്ട് സർക്കാർ ഓഫീസുകളിൽ അങ്ങ് തള്ളുകയാണ് അവരുടെ കീടനാശിനികൾ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ കീടനാശിനികളൊക്കെ പ്രയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്തുകൂടെ പോകാൻ പോലും നമുക്ക് പറ്റില്ല. രൂക്ഷഗന്ധമായിരിക്കും. അപ്പോൾ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അതായത് ഈ ഡീസൽ വില വർദ്ധിപ്പിക്കണം, യുക്രൈനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില കൂട്ടണം എന്നുള്ള ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ന്യായമായ സമരം തന്നെയാണ്. നമ്മൾ ഒരിക്കലും ഈ സർക്കാർ സംവിധാനത്തിനെതിരെ ഈ ബെൽജിയത്തിലെ കർഷകർ ചെയ്ത പ്രവൃത്തി ഒന്നും ഒരിക്കലും ന്യായീകരിക്കുക വാഴ്ത്തിപ്പാടുക ഒന്നുമല്ല. പക്ഷേ എങ്കിലും ലോകത്തിലെ ഏത് രാജ്യത്താണെങ്കിലും വികസിത രാജ്യങ്ങളിൽ പോലും കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നില്ല എന്നൊരു കാര്യം കൂടി ഇതിൽ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് മോദി.